കല്ലൂസേ റെഡിയല്ലേ? കല്ലൂസിനെ ആരും ഒരുക്കിയില്ലേ? പൊട്ടൊന്നും തൊട്ടിട്ടില്ലല്ലോ, മുടിയും ചെയ്തിട്ടില്ല. എവിടെ ലച്ചോടെ? லெச்சு வந்து கிச்சன்ல சுடு தண்ணி ரெடி ஆக்கிட்டு இருக்கா. ഓഹോ, എന്തിനാ സുടുതണ്ണി കൊടുത്തു വിടുന്നേ? ജ്യൂസ് കൊടുത്തു വിട്ടാ പോരെ? ജ്യൂസ്? അച്ഛാ, എനിക്ക് ജ്യൂസ് വേണം. அதுக்கு என்ன, இதுல கட் ஃப்ரூட்ஸ் தானே இருக்கு, அதை பிடிச்சு ஜூஸ் ஆக்க வேண்டியதானே. വേണ്ട, എനിക്ക് ജ്യൂസ് വേണം. അളിയാ അളിയ ഒരു കാര്യം ചെയ്യും, അളിയ പുറത്തു പോയിട്ടെ ആ ഒരു ജ്യൂസ് പാർസൽ മേടിച്ചോണ്ടോ. പാഴ്സല് മേടിച്ചോണ്ട് വരാം, പണി വരുന്ന വഴി പാറേ. ഇവിടുത്തെ സ്കൂളിൽ അവൾ ആദ്യമായിട്ടല്ലേ പോന്നേ, പാവം. ജ്യൂസ് പാവത്തിന് മേടിച്ചോണ്ട് വരാം അളി. കല്ലൂസേ, അപ്പൊ എങ്ങനാ നമുക്ക് സ്കൂളിൽ പോവാം? പോണു പോണു പോണു, ഞാൻ പോണ അളിയ കാച്ചിട്ടേ. ചെല്ലു മാമ. എല്ലാരും ഒരുമിച്ച് കൊണ്ടാക്കാടി, ഒരുമിച്ച് കൊണ്ടാടി. വരുവാടി വരും. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. വേണ്ടേ, സ്കൂളിൽ പോകുമ്പോഴേ ഇത് മുഴുക്ക കഴിക്കണേ. ആ ആ ആ ആ വരാം, എല്ലാരും വരാം. അമ്മ എന്റെ ബാഗ് കൊള്ളാവോ? ബാഗൊക്കെ കൊള്ളാം. ഇതേ തിരിച്ചു വരുമ്പോ ഈ കൊല്ലത്തിൽ തന്നെ വരുമോ? എന്നാ കൊള്ളാം, നോക്കട്ടെ. ഓക്കെ. ഇറങ്ങി. മതി മതി, കഴിഞ്ഞ്. പൊട്ടും കൂടെ വെച്ച സുന്ദരിയായി. പൊട്ടും കൂടെ ലാസ്റ്റ് കഴിഞ്ഞ്. നിങ്ങളുടെ മുഖമൊക്കെ എവിടെ? നെറ്റൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, സുന്ദരിയായി. എവിടെ കൊച്ച്? പോരെ? ഓക്കെ, സുന്ദരിയായിട്ടുണ്ട് നമ്മുടെ ചക്കര. ഓ, ഇന്ന് സ്കൂളിൽ എഴുതി പഠിത്തമൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഫ്രണ്ട്സ് ആയിട്ട് കളി, ചിരി, ബഹളം, പാട്ട് പാടല്, കഥ പറച്ചില്, ഇന്ന് ഈ വക പരിപാടികളൊക്കെ ആയിരിക്കും. പിന്നെ സ്കൂളിലൊക്കെ പോയി സ്കൂൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാലേ ശനി നേരെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് കൊടുക്കരുത്, ബഹളം വെക്കരുത്. അന്നേ അവധിയാ. എന്ത്? ഒന്നുമില്ല. സുന്ദരിക്കുട്ടി നമ്മുടെ മോൾ എവിടെ? കല്ലൂസ് നിങ്ങളുടെ മോള് തന്നെയാ. യൂണിഫോം ഒക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴേ ആളങ്ങ് മാറിപ്പോയി. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ആള് മാറിയിട്ടൊന്നുമില്ല, അത് കല്ലു തന്നെയാ. കല്ലൂസ് കൊറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്ന കേട്ടോ. പോണൊന്നും ഇല്ലേ? ആ പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കൊച്ചിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയാ മതി. എനിക്ക് നടന്നു പോയാ മതി. അമ്മയും വരാം കേട്ടാ, നടന്നു പോയാ മതി. നടന്നു പോവാ. നമ്മളെ കല്ലുവിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വൈകിട്ട് വിളിച്ചോണ്ട് വരുമ്പോ എന്തൊക്കെയാ മേടിച്ചോണ്ട് വരാൻ പോണേ? ഐസ്ക്രീം, മുട്ടായി ഒക്കെ ചാക്കണക്കിന് അവിടെ കൊണ്ടുപോ തള്ളും. പണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ മടിച്ചിരുന്നപ്പോ ആരൊക്കെയോ എന്തൊക്കെയോ മേടിച്ചു തരാന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അതുപോലെ ആവല്ലേ കല്ലുവിന്റെ കാര്യം. അതെ അതെ, ഈ വീട്ടില് നിന്റെ അത്ര മടി വേറെ ഒറ്റ മനുഷ്യർക്കില്ല കേട്ടാ. അല്ല, പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ മടി കൂടുമെന്നാണ് ഞാൻ പറഞ്ഞേ. ഉവ്വ. കല്ലേ എനിക്ക് ജ്യൂസ് അടിച്ചോ? പിന്നെ ജ്യൂസൊക്കെ മേടിച്ച് പാക്ക് ചെയ്തോണ്ടെന്ന് വെച്ചിട്ടില്ലേ, അതാ കൊണ്ടുപോയാ മതി. എന്താ ജ്യൂസാ? ഓറഞ്ച് ജ്യൂസ്. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമില്ല. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ല. ഇഷ്ടമല്ല? അല്ല, തൽക്കാലം മക്കൾ ഓറഞ്ച് ജ്യൂസ് അങ്ങ് കുടിച്ചാ മതി. എനിക്ക് ഇഷ്ടമല്ല. ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ല? ഇപ്പൊ നിനക്ക് എന്ത് ജ്യൂസ് വേണം? ഇപ്പം ജ്യൂസ് വേണം. കേശോളിയാ, നീ ഒന്നും മേടിച്ചോണ്ടോ പോയി? എന്തായിരുന്നു മുന്തിരി ജ്യൂസ്? എവിടുന്ന്? എവിടെന്നേലും പോളി എവിടുന്ന്? ആ പടാ കടയിൽ ഓറഞ്ച് ജ്യൂസ് ഉള്ളായിരുന്നു, അതാണ് മേടിച്ചോണ്ടെന്ന്. അവളുടെ മുന്തിരിങ്ങ ജ്യൂസ്. സമയം കുറേ 9 മണിയായി. പൊടി, സ്കൂളിൽ പൊടി. ആരെന്റെ കൊച്ചിനെ വഴക്കുതേ ചെറുക്ക, കൊച്ചിനെങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. ഞാൻ സ്കൂളിൽ പോകത്തില്ല. കേശോളിയാ, അകത്തെങ്ങാനും പോയിരിക്കാം, എന്റെ കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. കേശുവിനെ കൊണ്ട് ശല്യമുള്ള കേശുവേ.
അമ്മ എന്നെ വരക്ക് പറഞ്ഞു. നിന്നെ ആരാ വഴക്ക് പറഞ്ഞ കൊച്ചു? ഞാൻ അവനല്ലേ ചീത്ത പറഞ്ഞത്. നോക്ക് അച്ഛൻ നോക്ക് വരക്ക് പറഞ്ഞു. ലച്ചു എന്റെ കൊച്ചു സ്കൂളിൽ പോകാൻ നിൽക്കുക. വഴക്ക് പറഞ്ഞ് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. കൊച്ചന്റെ ക്ഷമയുടെ അങ്ങ് അറ്റത്ത് നിൽക്കുവാണ്. ചെല്ലം കളിക്കാൻ സ്കൂളിൽ പോടി. അച്ഛൻ നോക്കണ വഴക്ക് പറയുന്നു. എങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോത്തില്ല. ലച്ചൂസേ എന്റെ കൊച്ചിനെ ചുമ്മാ വഴക്ക് പറയരുത് കേട്ടോ. രംഗം വഷളാവുന്നുണ്ടേ. കല്ലൂർ ഇന്ന് സ്കൂളിൽ പോകണമെങ്കിൽ അവള് പോകണ്ട. ചേച്ചി ഇന്ന് അവള് പോകണ്ട ചേച്ചി, നാളെ പോയിക്കോട്ടെ. അയ്യോ മക്കൾക്ക് ഇന്ന് സ്കൂളും ക്ലാസ് ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് അവളെ പിടിച്ചു വെക്കാൻ നോക്കണതല്ലേ? പൊടിയാണെന്ന് ഇറങ്ങിക്കേ, മുറിന്ന് ഇറങ്ങിക്കേ. ഞാൻ പോവാ. ആ പോ. ഞാനും പോവാ. അമ്മേ ചക്കര അമ്മയിലെ പഞ്ചാര അമ്മയിലെ ചക്കട അമ്മയിലെ ഞാൻ സ്കൂളിൽ പോണോ? മക്കളുടെ സോപ്പേ കയ്യിലങ്ങ് വെച്ചാ മതി കേട്ടാ. ഇന്ന് എന്തായാലും സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ. 10 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം മറികേട്ടല്ല. അവളുടെ പുറകെ നടന്നു വന്ന് രാവിലെ ഒന്നും കഴിക്കാനും പറ്റിയില്ല. സിദ്ധു വന്നേ, ആള് ഇവിടെ എടുത്ത് 10 മിനിറ്റിൽ ഇറങ്ങിക്കോളാം. രക്ഷപ്പെട്ടാലും ഞാൻ പോത്തില്ല. ചവിട്ടി കുടിച്ചാൽ ഞാൻ പാറമടയിൽ ഇറങ്ങി നോക്കിക്കോ കേട്ടല്ലോ. 10 മിനിറ്റ്. 10 മിനിറ്റ്. സിദ്ധുവാ നടക്ക്. 10 മിനിറ്റ്.